ഓരോന്ന് കഴിയുമ്പോൾ ആരെ കരഞ്ഞോണ്ട് പോണേ പോലീസ് ജീപ്പ്. എന്താ പ്രശ്നം അറിഞ്ഞില്ലേ നിങ്ങള്? ഓക്കെ, അപ്പോ മൂപ്പര് നന്മയാണ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്, പോലീസ് വന്നിട്ടുണ്ട്, നോക്കാം. യെസ് സാർ, ഒരു വീഡിയോ എടുക്കുക. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. സാർ, ഒരു വീഡിയോ എടുക്കുക. യൂട്യൂബ്. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. എല്ലാ സാധനവും ഉണ്ട്, പുതിയ വണ്ടി. എല്ലാ സാധനവും ഉണ്ട്, പുതിയ വണ്ടി. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എല്ലാം ഉണ്ട്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ശരി, പോലീസുകാർ ചെക്ക് ചെയ്യുന്നത് നല്ല. രാത്രി എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് പോലീസ് ചെക്ക് ചെയ്യാതിരിക്കണ്ടല്ലോ. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. കട്ടാക്കുന്നില്ല. എന്തിനു കട്ടാക്കേണ്ട ആവശ്യം? നല്ലതല്ലേ, കേരള പോലീസ് വന്ന് ചെക്ക് ചെയ്യുന്ന അറിയണ്ടേ? അത് നല്ല കാര്യമാണ്. ഐ അപ്രീഷിയേറ്റ്. സാറ് പേടിക്കാതിരി. ഒന്ന് പകച്ചു പോയാൽ പിന്നെ മനുഷ്യന് 10 പൈസക്ക് കൊള്ളത്തില്ല. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ മിനി പുളിക്കും. ഐ റിയലി അപ്രീഷിയേറ്റ്. ഭായ്, ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വരും. ഏതാ കവറോ? ഒന്ന് പിടിച്ചോ, ഞാൻ കവർ തുറന്നോട്ടെ. കട്ടാക്കണ്ട. അയ്യോ അത് വേണ്ട. ഓ, ഇയാളെ പിടിച്ചിരുന്നു. ഞാൻ കവർ തുറന്നു കൊടുത്തിട്ട് വരാം. മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. പിന്നെ അതിനെന്തോ പുതിയ സാധനം കട്ടാക്കുന്നു വിചാരിച്ചു, പക്ഷെ ഇത് ഞങ്ങളെ ജിമ്മിന്റെ ഷൂ. കട്ടാക്കണ്ടതിനോട് പറഞ്ഞ സായി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഞാൻ കട്ടാക്കില്ല കേട്ടോ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. കട്ടാക്കണ്ട. കാരണം എന്താ അറിയോ, അത് ആക്ച്വലി നമ്മളുടെ പോലീസുകാരുടെ ഒരു എഫിഷ്യൻസി എല്ലാരും ഒന്ന് അറിയണം. അത് ഭയങ്കരം തന്നെ. ഐ റിയലി അപ്രീഷിയേറ്റ്. വൈ? ബിക്കോസ് ഇതുവരെ നമ്മളിവിടെ വണ്ടി നിർത്തി ഇത് കണ്ടു, രണ്ടാൾക്കാർ ഇരുന്ന് നിൽക്കുന്നത് കണ്ടപ്പോ അവര് കൃത്യമായി വന്നു ചോദിച്ചു. വളരെ നല്ല കാര്യം. ഐ അപ്രീഷിയേറ്റ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. വളരെ മാന്യമായിട്ടല്ലേ സാറ്? വളരെ മാന്യമായിട്ട് വന്നു, പേര് ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, വണ്ടി സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിച്ചു. സെർച്ച് ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുത്തു. വേണ്ട ഒന്നും പറയണ്ട, എനിക്കറിയില്ല നിങ്ങളെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ വേണം, സ്ട്രോങ് ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വേണം. അല്ല, അത് കട്ടാക്കേണ്ട കാര്യമില്ല, നാട്ടുകാർ അറിയട്ടെ നമ്മളെ പോലീസ് സ്ട്രോങ് ആണെന്ന് അറിയട്ടെ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഞാൻ പോലീസിനെതിരെ കുറെ വീഡിയോ ഇതിലുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള നല്ല പോലീസുകാരുണ്ടെന്നാണ് അറിയണല്ലോ. സ്ട്രോങ് ആണ്. ഓക്കെ, രമേശ് ചെന്നിത്തല അടിപൊളി. എങ്ങനെയുണ്ട്? എന്ത് ചെയ്യും?